ഹായ് ഗായ്സ്, collegeminchi.com പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ KS ഹെഗ്ഡ മെഡിക്കൽ കോളേജിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവർ അഡ്മിഷൻ പ്രോസസ്, സീറ്റ് മെട്രിക്സ്, ഫീസ് സ്ട്രക്ചർ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. 1999 സ്ഥാപിതമായ ഹെഗ്ഡ മെഡിക്കൽ അക്കാദമി ക്ഷേമ 2009 NITTയുടെ ഡീംഡ് കോളേജ്, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള MBBS, MD, MS, MCH പ്രോഗ്രാമുകൾ എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഔട്ട്ലുക്ക് ഇന്ത്യയുടെ 2022 12 വിശാലമായ സ്പെഷ്യാലിറ്റികളും 15 സൂപ്പർ സ്പെഷ്യാലിറ്റികളുമുള്ള NITTയുടെ ഡീംഡ് യൂണിവേഴ്സിറ്റി ഘടകസ്ഥാനങ്ങളുമായുള്ള 1000 ബെഡഡ് ഹോസ്പിറ്റൽ കൂടിയാണ്. ഇവരുടെ സീറ്റ് മെട്രിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 തരത്തിലാണ് ഇവർ തിരിച്ചേക്കുന്നത്. സ്റ്റേറ്റ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, NRI ഉണ്ട്. സ്റ്റേറ്റ് പറയുമ്പോൾ കർണാടക സ്റ്റുഡൻസിന് മാത്രം KA ത്രൂ മാത്രമാണ് ഇവർക്ക് അഡ്മിഷൻ കിട്ടും. അതും 12 സീറ്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പൊ മാനേജ്മെന്റ് കോട്ട നോക്കുകയാണെന്നുണ്ടെങ്കിൽ 215 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള. ത്രൂ MCC മാത്രമേ അവിടെ അഡ്മിഷൻ കിട്ടൂ. ഇപ്പൊ NRI നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള. ത്രൂ MCC തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഫീസ് സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KS ഹെഗ്ഡയുടെ ഫീസ് സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MBBSന്റെ ടോട്ടൽ ഫീസ് വരെ പെർ ഇയർ 70,62,500 rupees ആണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ NRI കാറ്റഗറി ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ 28 lakhs പെർ ഇയർ തന്നെ നിങ്ങൾക്ക് വരും. സോ 1 CR മുകളിൽ പോകാനും ചാൻസ് ഉണ്ട്. ഇനി അടുത്ത നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് റിക്വയർ ആയിട്ടുള്ളത് ഇതൊക്കെയാണ്. NEET UG അലോട്ട്മെന്റ് ലെറ്റർ വേണം, NEET സ്കോർ കാർഡ് ആൻഡ് റാങ്ക് ലെറ്റർ, 10th സ്റ്റാൻഡേർഡ് മാർക്സ് കാർഡ്, 12th സ്റ്റാൻഡേർഡ് മാർക്സ് കാർഡ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ബ്ലഡ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, കോപ്പി ഓഫ് ദ സ്റ്റുഡന്റ്, പാൻ കാർഡ്, കോപ്പി ഓഫ് ദ പാരന്റ്, ഫോട്ടോഗ്രാഫ്സ് 3 വേണം. സോ ഇതിന്റെയൊക്കെ 3 അറ്റസ്റ്റ് കോപ്പികളുടെ നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുണ്ടാവണം. നിങ്ങൾ NRI കാറ്റഗറി ഉള്ള ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് കോപ്പി ഓഫ് ദ പാരന്റ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് issued by the embassy of the country, employment certificate of the parent, income tax document required as per the Income Tax Act. ഇതൊക്കെയാണ് ഇതിന്റെ 3 അറ്റസ്റ്റ് കോപ്പിയും നിങ്ങളുടെ കയ്യിൽ വേണം NRI കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യും. സോ നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴേക്കും ബൈ.